ഹലോ ഇറ്റ്സ് മീ പ്രിജി വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കളർഫുൾ ജേണൽ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മനസ്സ് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം ആ വലിയ സത്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്, മെയിനായിട്ട് വേണ്ട ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ നേരെ നമ്മുടെ താഴെ തന്നെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വെച്ച് പിടിച്ചു. ഒരു കുട്ടി സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. അപ്പം നമുക്ക് സോയ സോസ് വേണമായിരുന്നു. ഒരു ബ്രാൻഡ് മാത്രമേ അവിടെ ഉള്ളായിരുന്നു. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതെടുത്തു. പിന്നെ നമുക്ക് അല്ലറ ചില്ലറ പച്ചക്കറികൾ വേണമായിരുന്നു, അതും എടുത്തു. പിന്നെ തൈരും എടുത്തു. അപ്പോൾ ഐറ്റംസ് എല്ലാം ബില്ല് ചെയ്ത് നമ്മൾ വെളിയിലിറങ്ങി. 7:30 ആയിട്ടേ ഉള്ളൂ ടൈം. പക്ഷെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UAE 50-52 ഡിഗ്രിയാണ്. പകലും രാത്രിയാണെങ്കിൽ പോലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ടയേർഡാകും, അത്രമാത്രം ചൂടാണ്. അപ്പോൾ ഇനി ഒരു നവംബർ ഡിസംബർ വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഈ ചൂടൊക്കെ ഒന്ന് കുറയണമെങ്കിൽ. അപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാമല്ലേ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ പെപ്പർ, 1 സ്പൂൺ കേർഡ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. ഈ പെപ്പറും പൗഡേഴ്സും എല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ആ ടൈം കൊണ്ട് ബാക്കി നമ്മുടെ ചോപ്പിങ്ങും നമുക്ക് റൈസും വേവിക്കാൻ വെക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി നമ്മളിതിൽ യൂസ് ചെയ്യത്തില്ല. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ റൈസ് വേവാനും വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് വേവുന്ന സമയത്ത് ഞാൻ കുറച്ച് നാരങ്ങ നീരും എണ്ണയും ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. കാരണം റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം റൈസ് വെന്ത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. 20 മിനിറ്റ്സോളം നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ചിക്കന്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്തെടുക്കുകയാണ്. ചിക്കൻ വറുത്ത ആ എണ്ണ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഗാർലിക്ക് നമ്മൾ ഒരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ ഒന്ന് സോട്ട് ചെയ്തെടുത്തു. പിന്നെ ബാക്കി വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഒന്നും ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ക്യാരറ്റ്, ബീൻസ്, പിന്നെ നമ്മുടെ സവാള, വെളുത്തുള്ളി നമ്മൾ ആദ്യമേ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ചില്ലി, ഇതെല്ലാം കൂടെ ഒരു മിനിറ്റോളം നമ്മൾ സോട്ട് ചെയ്തെടുത്തു. അതിനുശേഷമാണ് നമ്മൾ പൗഡറൊക്കെ ആഡ് ചെയ്യുന്നത്. അധികം പൗഡറൊന്നും ഇതിൽ യൂസ് ചെയ്യത്തില്ല. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പെപ്പർ പൗഡറാണ്. അപ്പോൾ ഇതിലേക്ക് സോയാ സോസും കൂടെ ആഡ് ചെയ്യുന്ന കാരണം നന്നായിട്ട് ഉപ്പ് കാണും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമ്മുടെ സോസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, പിന്നെ 1 സ്പൂൺ പെപ്പറാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. സോസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. പിന്നെ നമ്മുടെ റൈസ് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് മിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ്, പിന്നെ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ റൈസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1 സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഉപ്പും നമ്മുടെ ആ ടേസ്റ്റിനനുസരിച്ച് ലാസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.